നമസ്കാരം. ഇത് ചരിത്രധ്വനി. മഹത ഭരിച്ചിരുന്ന നന്ദരാജാക്കന്മാരെ തകർത്ത് ഇന്ത്യയിൽ ഒരു മഹാസാമ്രാജ്യം കെട്ടിപ്പടുത്ത കഥയാണിത്. ലോകം കണ്ട ഏറ്റവും വലിയ ബുദ്ധിമാന്മാരിൽ ഒരാളായ ചാണക്യനും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ ചന്ദ്രഗുപ്ത മൗര്യനും ചരിത്രം മാറ്റിവരച്ച നിമിഷം. മഹതിയിലെ നന്ദരാജാവായ ധനനന്ദൻ ചാണക്യനെ അപമാനിച്ച് കൊട്ടാരത്തിൽ നിന്നും പുറത്താക്കി. തൻ്റെ അഴിഞ്ഞു വീണ ശിഖ അഥവാ കുടുമ നന്ദവംശത്തെ നശിപ്പിച്ചതിനു ശേഷം മാത്രമേ കെട്ടുകയുള്ളൂ എന്ന് അദ്ദേഹം ശപഥം ചെയ്തു. അവിടെ നിന്നാണ് മൗര്യ സാമ്രാജ്യത്തിൻ്റെ വിത്ത് പാകുന്നത്. ചാണക്യൻ തൻ്റെ ശിഷ്യനായി തിരഞ്ഞെടുക്കുന്നത് ചന്ദ്രഗുപ്തൻ എന്ന ബാലനെയായിരുന്നു. വർഷങ്ങൾ നീണ്ട പരിശീലനത്തിനു ശേഷം ചാണക്യൻ തന്ത്രങ്ങളും ചന്ദ്രഗുപ്തൻ്റെ പോരാട്ടവീര്യവും ചേർന്ന് നന്ദവംശത്തെ തകർത്തു. അങ്ങനെ BC 322 ചന്ദ്രഗുപ്ത മൗര്യൻ മഹതിയുടെ സിംഹാസനത്തിലേറി. ഇന്ത്യയെ ഒരൊറ്റ ഭരണത്തിനു കീഴിൽ കൊണ്ടുവന്ന ആദ്യത്തെ ചക്രവർത്തിയായിരുന്നു ചന്ദ്രഗുപ്തൻ. അഫ്ഗാനിസ്ഥാൻ മുതൽ ദക്ഷിണേന്ത്യ വരെ നീളുന്ന വൻ സാമ്രാജ്യം അദ്ദേഹത്തിന് കെട്ടിപ്പടുത്തു. ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു സാമ്രാജ്യം ഇതിനു മുൻപുണ്ടായിട്ടില്ല. ചന്ദ്രഗുപ്തനു ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭരണാധികാരിയായ അശോക ചക്രവർത്തിയുടെ കാലം വരാനിരിക്കുകയാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇത്തരത്തിലുള്ള ചരിത്ര സംബന്ധമായ വീഡിയോകൾക്കായി ചരിത്രധ്വനി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.